ഗൈസ്, അപ്പോൾ ജിമ്മിൽ പോകുന്ന മിക്കുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യാനാണ്. ഒരു 100-ൽ 80-85% എടുത്തു നോക്കിക്കഴിഞ്ഞാലും മിക്കുള്ള പയ്യന്മാർ ജിമ്മിൽ പോകുന്നത് മസിൽ ബിൽഡ് ചെയ്യാൻ മാത്രമാണ്. കുറച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ്നസ് ബോഡിയാക്കി നിലനിർത്താനും കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കുള്ളവരും പോകുന്നത്. പക്ഷേ പോകുന്ന പകുതി പേർക്കും റിസൾട്ട് കിട്ടാറില്ല. എന്തു വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്കൗട്ടും അവരെടുക്കുന്ന ഡയറ്റും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്. അപ്പം പെട്ടെന്ന് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ഓവർലോഡാണ്. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കൂട്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം ഒരേ വെയിറ്റ് ഇട്ട് തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. മിക്കുള്ള ജിമ്മുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് സെയിം വെയിറ്റ് ഇട്ട് തന്നെ ആയിരിക്കും. 10 kg ആണെങ്കിൽ 10 kg 3 സെറ്റ് ഇട്ടായിരിക്കും, 3 സെറ്റും 10 kg വെച്ചായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ സെറ്റിലും ആദ്യത്തെ സെറ്റ് ഒരു 5 ആണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഒരു 10 കൂട്ടി കൊടുക്കുക. അങ്ങനെ കുറച്ച് വെയിറ്റ് കൂട്ടി നിങ്ങൾ പ്രോഗ്രസീവ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് പ്രോഗ്രസീവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് എക്സസൈസുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം മെയിനായിട്ട് ജിമ്മിൽ വരുന്നവരാരും ഇപ്പം അങ്ങനെയുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യത്തില്ല. നേരെ ഡയറക്റ്റ് പോയി പാർട്സിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കണ്ടു. അപ്പം കോമ്പൗണ്ട് വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മെയിനായിട്ട് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ് അങ്ങനെ ഉള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം അതുകൂടെ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഹോർമോണൊക്കെ സ്ക്വാട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോത്ത് ഹോർമോണൊക്കെ ബൂസ്റ്റ് ആവും. അപ്പം അതിലൂടെ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കോമ്പൗണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് റോവർ, ബെഞ്ച് പ്രസ്, സ്ക്വാട്ട് അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇപ്പം ഒരു 2-3 അല്ലെങ്കിൽ 4 ആഴ്ചകൾ നിങ്ങൾ ആ ഒരേ വർക്കൗട്ട് തന്നെ ഫോളോ ചെയ്യുക. വലിച്ചു വാരിയിട്ട് ചെയ്യാതിരിക്കുക. അപ്പം ഇന്നിപ്പോൾ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു പാർട്സിൻ്റെ വർക്കൗട്ട് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അതേ സെയിം വർക്കൗട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്കൗട്ട് ആയിരിക്കും മിക്കുള്ളതും ചെയ്യുന്നത്. കൂടുതലും ഫോണിലൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം വർക്കൗട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്യുക. അതുപോലെ അത് ആ പ്രോഗ്രാം തന്നെ ഒരു 2-3 അല്ലെങ്കിൽ 3-4 ആഴ്ച, ഒരു 3 ആഴ്ചയെങ്കിലും നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകൂ. അപ്പം വർക്കൗട്ടിൽ കൺസിസ്റ്റൻസി ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ആഴ്ച നിങ്ങൾ സ്ഥിരമായിട്ടൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വർക്കൗട്ടിൻ്റെ പ്രോഗ്രാമൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഒരു 3 വീക്ക് വരെ നിങ്ങൾ ഏത് വർക്കൗട്ടാണോ നിങ്ങൾ ഒരേപോലെ 3 ആഴ്ച നിങ്ങൾ സെയിമായിട്ട് ഫോളോ ചെയ്തേക്കുന്നത്, ആ വർക്കൗട്ട് ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മാറ്റി കൊടുക്കുക. അത് നിങ്ങളൊരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വർക്കൗട്ടിൻ്റെ റൂട്ടീന് മാറ്റി കൊടുത്ത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബോഡി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ബോഡി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാമേ ഉള്ളൂ. അപ്പം ഇത്രയും ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ്.